വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് പുതിയ വീഡിയോ എന്ന് പറയുന്നത് ഒരു മീഷോ ഹോൾ വീഡിയോ ആണ്. പർട്ടിക്കുലർ ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് അല്ല, റാൻഡം ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റുകളാട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ എന്തൊക്കെയാന്ന് കാണിച്ചു തരാം. ഇനിയും കുറച്ച് പ്രൊഡക്റ്റുകൾ വരാറുണ്ട്. പക്ഷെ ഇനിയും ഇത് പൊട്ടിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ ചിലർക്ക് എന്തെങ്കിലും റിട്ടേൺ കൊടുക്കേണ്ടതാണെങ്കിൽ റിട്ടേൺ കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാട്ടോ. ഇനി നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഹോൾ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവര് വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതിനകത്തുള്ള പ്രൊഡക്റ്റുകളൊക്കെ എനിക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളായിരുന്നു ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത്, ഞാൻ എപ്പോൾ ജീൻസ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ സൈസ് എനിക്ക് കറക്റ്റ് ആകാറില്ല കേട്ടോ. അപ്പൊ ഇതിപ്പോ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും അതിന്റെ വേസ്റ്റിന്റെ പോർഷൻ അങ്ങനെ റെഡിയാകാറില്ല. സോ അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ബക്കിൾസ് ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ പ്രത്യേകം എടുത്തു കാണിക്കണമെന്നില്ല, കാരണം ഇത് ഒരുപാട് ആൾക്കാർ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ സംഭവം. ഇതിങ്ങനെ നമുക്ക് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് കണക്ട് ചെയ്ത് കിട്ടാൻ മതി. ഇതാകുമ്പോൾ അത്യാവശ്യം ടൈറ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഇത് ഒരുപാട് ആൾക്കാർ വീഡിയോസ് കണ്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ പ്രത്യേകം അങ്ങനെ എടുത്തൊന്നും കാണിക്കുന്നില്ല. അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, ഞാൻ നേഴ്സ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ഇതൊന്നും ചെയ്യാറില്ല. മീൻസ് നെയിൽ പോളിഷ് ഇടുക, നഖം വളർത്തുക, അങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ. സോ അതുകൊണ്ട് ഞാനൊരു ഇപ്പം എന്റെ നഖം ഒരു ഇച്ചിരി ഉണ്ടാവുക, ഇത്രയും അത് കൂടുതൽ ഉണ്ടാവത്തില്ല. അപ്പൊ ഒരു നെയിൽ എക്സ്റ്റൻഷൻ വാങ്ങിച്ചതാണ്. ഇതൊരു അത്ര ലെങ്ത് ഇല്ല. മറ്റേന്ന് പറഞ്ഞാൽ ഞാൻ ലെങ്ത് കട്ട് ചെയ്ത് എന്റെ സൈസിന് വേണ്ട രീതിയിൽ യൂസ് ആക്കുക ചെയ്യുന്നത്. ഇത് അത്ര ലെങ്ത് ഇല്ല. പക്ഷെ ഇതിനകത്ത് നമുക്കൊരു നെയിൽ ഫൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങളും കൂടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് നെയിൽ ഒട്ടിക്കാനുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ട്, ദെൻ ഒരു ആൽക്കഹോൾ വൈപ്സ് ഉണ്ട്, ദെൻ ഇത് ഫയർ ചെയ്യാനുള്ള സാധനമുണ്ട്, പിന്നെ ഒരു ക്യൂട്ടിക്കിൾസ് ഇങ്ങനെ ഉള്ളിലോട്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു സംഭവം കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് എന്റെ നെയിൽ എക്സ്റ്റൻഷൻ. മൊത്തം 24 എണ്ണമാണ് ഇതിനകത്ത് വരുന്നത്. ഒരു ന്യൂഡ് ഷെയ്ഡാണ് ഞാൻ എടുത്തിട്ടുണ്ടായത്. ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇനിയുള്ള എല്ലാം ഇങ്ങനത്തെ വലിയ വലിയ പെട്ടികളിലാട്ടോ വന്നിട്ടുള്ളത്. ഞാനിപ്പം ഏറ്റവും എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കാണിച്ചു തരാം. ഇത് നിങ്ങൾ മസ്റ്റായിട്ട് മേടിക്കാൻ പറ്റുമെങ്കിൽ മേടിച്ചോട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് കണ്ടില്ല, ഇങ്ങനത്തെ ഓർഗനൈസർ ആണ്. ഇത് ഞാൻ എന്തിനാ മേടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ എന്റെ അണ്ടർ ഗാർമെന്റ്സ്, ഇന്നർ വെയറോ പാന്റീസോ എന്താണെങ്കിലും ഇതിനകത്ത് ഇങ്ങനെ ജസ്റ്റ് മടക്കി 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 നമുക്ക് ഇങ്ങനെ വെക്കാൻ പറ്റും. ഇപ്പൊ ഒരു ബോക്സിനകത്ത് 5 കമ്പാർട്ട്മെന്റ് ആണ് വരുന്നത്. നമുക്ക് കോംബോ ആയിട്ട് മൊത്തം 4 എണ്ണമാണ് കിട്ടുന്നത്. അപ്പൊ 2 ഗ്രീൻ ഷെയ്ഡിലുള്ളതും 2 എണ്ണം പിങ്ക് ഷെയ്ഡിലുള്ളതുമാണ് വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആട്ടോ. നല്ല ഇങ്ങനെ അങ്ങനെ ആകുന്ന ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ അല്ല, നല്ല പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ്. ഇത് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ മേടിച്ചോളൂ കേട്ടോ. റേറ്റ് എല്ലാം ഞാൻ സൈഡിലായിട്ട് കൊടുക്കാം, കാരണം ഒന്നിന്റെ എനിക്ക് ഓർമ്മയില്ല. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. പർച്ചേസ് എന്ന് പറയുന്നത് ഈ ഒരു ഇലക്ട്രിക് മിനി വേർഷൻ ആണ്, അതായത് അയൺ ബോക്സിന്റെ ഒരു മിനി വേർഷൻ സ്റ്റീമർ ആണ്. അപ്പം ഇതിന് കുറച്ച് നെഗറ്റീവ് ഉണ്ട്, അതും പറഞ്ഞുതരാം. ഇതിന്റെ പോസിറ്റീവ് വെച്ച് പറഞ്ഞുതരാം. ഫസ്റ്റ് പോസിറ്റീവ് ആയിട്ടെന്ന് പറയാൻ വേണ്ടിയിട്ട്, ട്രാവൽ ചെയ്യുന്ന സമയത്ത് ട്രാവൽ ഫ്രണ്ട്ലി ആണെന്ന് പറയാം. നമുക്ക് കൊണ്ടു നടക്കാനും വെയിറ്റ് ഇല്ല, ഈസി ആയിട്ട് അയൺ ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ ഇതിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതിന്റെ കേബിളിന് ഇത്രയും ലെങ്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിങ്ങനെ കുത്തിയിട്ടൊക്കെ പിന്നെ നമ്മൾ ഇതിങ്ങനെ ചാർജിലിട്ടിട്ട് നമ്മൾ ആക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ കേബിൾ ലൂസ് ആയി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വല്ല എക്സ്റ്റൻഷൻ കോഡോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അങ്ങനെ കുത്തിവെച്ചിട്ട് വർക്ക് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഓക്കെയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതിന്റെ ഇവിടെയായിട്ട് വാട്ടർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് ഉണ്ട്. അവിടെ നമുക്ക് ഇങ്ങനെ ഇതുപോലെ ഒരു സിലിക്കോണിന്റെ അടപ്പ് വരുന്നുണ്ട്. ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് വാട്ടർ ഫില്ല് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു ബട്ടൺ ആണ് വരുന്നത്. ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ വാട്ടർ സ്പ്രേ ആകും. ഈ ഒരു ഹോൾ ത്രൂ വാട്ടർ സ്പ്രേ ആകും. പിന്നെ ഈ ഒരു പാച്ച് ആണെങ്കിൽ കൂടെ നല്ലോണം ചൂടാകും. ഈ ഗോൾഡൻ കളറിൽ വന്നിട്ടുള്ള ഒരു കോപ്പർ ഷെയ്ഡാന്ന് തോന്നുന്നു. ആ ഒരു പാച്ച് പെട്ടെന്ന് ചൂടാകും. ആ ചൂട് പോകാനും സമയം എടുക്കും കേട്ടോ. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് നമ്മൾ വാട്ടർ ഫില്ല് ചെയ്ത് വാട്ടർ റിമൂവ് ചെയ്യണമെങ്കിൽ ഭയങ്കര പാടാണ്. ഈ വാട്ടർ തിരിച്ച് ഡിസ്കാർഡ് ചെയ്യാൻ വേണ്ടി ഭയങ്കര പാടാണ്. മുഴുവനായിട്ടുള്ള വാട്ടർ ഇതിൽ നിന്ന് ഇങ്ങനെ ഡിസ്കാർഡ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അതാണ് ഇതിന്റെ വലിയൊരു നെഗറ്റീവ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായത്. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ ഒരു 30 ml ഒരു മെഷറിംഗ് കപ്പ് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു സിലിക്കോൺ, ഇതിന്റെ ഒരു ക്യാപ്പായിട്ട് ഇടാൻ പറ്റിയ ഒരു സിലിക്കോണിന്റെ ഒരു സംഭവം കൂടെയാണ് വന്നിട്ടുണ്ടായത്. പ്രൊഡക്റ്റ് ഒരു ഓക്കെ പ്രൊഡക്റ്റ് ആണ്. 401 രൂപ. ഈ രൂപയ്ക്കൊന്നും ഇങ്ങനത്തെ പ്രൊഡക്റ്റ് കിട്ടത്തില്ല. അങ്ങനെ പൈസ വെച്ചൊക്കെ നോക്കുകയാണെങ്കിൽ ഈ പ്രൊഡക്റ്റ് ഓക്കെ ആട്ടോ. ഇനി നമ്മുടെ നെക്സ്റ്റ് പർച്ചേസ് എന്ന് പറയുന്നത് ഈ ഒരു ഓർഗനൈസർ ആണ്. ഇത് ഞാനൊരു ഗീവ് അവേ എന്ന് ഉദ്ദേശിച്ചിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്ന ഓർഗനൈസർ ആട്ടോ. ഈ മോഡൽ എന്റെ കയ്യിലുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് നമ്മുടെ കൗണ്ടർ ടോപ്പിന്റെ അവിടെ ആണെങ്കിലും ഒക്കെ വെക്കാം. സ്റ്റഡി ടേബിളിലും ഒക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു കുട്ടിയായിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റേഷനറി ഐറ്റംസ് വെക്കാം, അല്ലെങ്കിൽ മേക്കപ്പ് ഐറ്റംസ് വെക്കാം. ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്ന വൈറ്റ് ആണ്. കുറച്ചൊക്കെ ഒരു പിൻട്രസ്റ്റി ആയിട്ട് ഇരുന്നോട്ടെ വിചാരിച്ചിട്ടാണ് വൈറ്റ് മേടിച്ചത്. പിന്നെ ഇതിന്റെ പിങ്ക് ഉണ്ട്. പിങ്ക് എനിക്ക് അത്ര ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നുന്നില്ല. പക്ഷെ വൈറ്റ് നല്ല പെർഫെക്റ്റ് ആട്ടോ. ഇതിന് ഗ്ലാസിന്റെ ഇങ്ങനത്തെ ഡോറാണ് വരുന്നത്. ഡോർ
ഓക്കെ, ഗ്ലാസിന്റെയാണ് വരുന്നത്. കണ്ടോ, ഇതേപോലെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ മുകളിലായിട്ട് ഇതേപോലെ നമുക്ക് സ്കിൻ കെയർ എന്തെങ്കിലും വെക്കാം, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേഷനറി എന്തെങ്കിലും സാധനങ്ങൾ വെക്കണമെങ്കിലും വെക്കാം. ഇവിടെയൊക്കെ ആയിട്ട് ഓരോരോ ഓപ്പൺ കമ്പാർട്ട്മെന്റ്സും കൂടെ വന്നിട്ടുണ്ട്. നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. നമുക്ക് ഇത് വെച്ചതുകൊണ്ട് നമ്മുടെ ടേബിളിൽ അധികം സ്പേസ് പോകുകയോ ഒന്നും ചെയ്യത്തുമില്ല. അത്യാവശ്യം സ്പേസും കാര്യങ്ങളും ലാഭിക്കാൻ വേണ്ടിയിട്ടും കൂടെ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, പ്രൊഡക്റ്റിന്റെ റേറ്റ് എനിക്ക് ഒന്നും തന്നെ ഓർമ്മയില്ല. എല്ലാം കുറെ ദിവസമായി വന്നിട്ട്. സോ ഞാൻ എല്ലാത്തിന്റെ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ്, അതായത് ഇതിന്റെ റേറ്റും കാര്യങ്ങളും സൈഡിലായിട്ട് കൊടുത്തേക്കാവേ. ഇനി അടുത്ത പ്രൊഡക്റ്റ് കാണിച്ചു തരാം. എനിക്ക് വീഡിയോ അധികം വലിച്ചു നീട്ടിക്കൊണ്ട് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെറുപടെ പറഞ്ഞു തീർക്കുന്നത്. ഇനി അടുത്ത പ്രൊഡക്റ്റ് എന്താന്ന് വെച്ചാൽ, നമ്മൾ എല്ലാ പ്രൊഡക്റ്റും കാണിച്ചില്ല. ഇനി 2 പ്രൊഡക്റ്റ് കൂടെ ഉള്ളൂ. കാരണം ഞാൻ ചെറുപടയെന്ന് പറഞ്ഞു പോയതുകൊണ്ടായിരിക്കണം പെട്ടെന്ന് തീർന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും. ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ലാസ്റ്റ് കാണിക്കാം. കാരണം എന്താ വെച്ചാൽ ഇത് അസംബിൾ ചെയ്ത് എടുക്കണം കേട്ടോ. ഇതാണ് ഏതാണ്, ഷൂറാക്കാണ്. അതുകൊണ്ട് ഞാനത് ലാസ്റ്റ് കാണിച്ചു തരാവേ. അടുത്ത പ്രൊഡക്റ്റ് ഇത് ഞാൻ ഓൾറെഡി നമ്മുടെ ഒരു വ്ലോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പിന്നെ ഇതിനകത്ത് മടക്കി എടുത്തു വെച്ചതാണ്. ഞാൻ ഓർത്തില്ല, ഈശ്വര വീഡിയോ ചെയ്തില്ലല്ലോ എന്ന് ഓർത്തില്ല. ഇതാണ് പ്രൊഡക്റ്റ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത് എന്തായിരിക്കാം എന്ന്. ഇത് ഒരു ഡ്രസ് ഓർഗനൈസർ ആണ്. നമുക്ക് ഇതിനകത്തേക്ക് ഡ്രസ്സ് ഇതേപോലെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷെ ഇത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത് ഹോസ്റ്റലേഴ്സിനാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം ഇത് അത്യാവശ്യം ലാർജ് സൈസ് ആണ്. സോ നമ്മുടെ ഒരു ഇപ്പം കബോർഡ്സിലോ ഒക്കെ വെക്കുമ്പോൾ ഇതിന്റെ ഒരു മീഡിയം സൈസ് മതി. പക്ഷെ ഇത് നമുക്കൊരു സാരി ഒക്കെ വെക്കാനാണ്. നിങ്ങൾക്ക് ഇതിന്റെ ഈ ഫ്രണ്ട് പോർഷൻ ട്രാൻസ്പെറന്റ് ആയതുകൊണ്ട് തന്നെ സാരിയോ ബെഡ്ഷീറ്റോ ബ്ലാങ്കറ്റോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് നിങ്ങൾക്ക് എടുത്തു വെക്കാൻ വേണ്ടി നല്ലതാണ്. ബ്ലാങ്കറ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ സമ്മർ സീസണിലൊന്നും യൂസ് ആക്കത്തില്ല, വിന്റർ സീസൺ ആയിരിക്കും യൂസ് ആക്കുക. അപ്പൊ ആ ടൈമിൽ നമുക്ക് ഇത് എടുത്തു വെക്കാനാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഈ ട്രാൻസ്പെറന്റ് ഏരിയ വരുന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് കളറാണ്, ഇപ്പൊ സാരി ആണെങ്കിൽ ഏത് കളറാണെന്നൊക്കെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഒരുപാട് ആൾക്കാർ മേടിച്ചിട്ടുണ്ടാവും എനിക്ക് നല്ലോണം അറിയാം. എന്നാൽ ഞാൻ മേടിച്ചിട്ടുള്ളത് കൊണ്ട് പറയാം കേട്ടോ. പിന്നെ ഹോസ്റ്റലിലെ ബെനിഫിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം കൂടുതലും ആൾക്കാരും, ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ എനിക്ക് ഇവിടെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഷെൽഫാണ് ഉള്ളത്. അപ്പം ക്ലോസ്ഡ് ഷെൽഫ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിൽ എന്തായാലും ഡ്രസ്സ് വെക്കാൻ പറ്റത്തില്ല. കാരണം പാറ്റോ ഈച്ച എന്തെങ്കിലുമൊക്കെ കയറാൻ വേണ്ടിയിട്ടുള്ള ചാൻസും ഉണ്ട്, പിന്നെ പൊടിയാകാനും ചാൻസ് ഉണ്ട്. സോ ഞാൻ എന്റെ ഈ ട്രോളി ബാഗിനകത്ത് തന്നെയാണ് ഡ്രസ്സുകളൊക്കെ വെക്കുന്നത്. ആ ഒരു ട്രോളി ബാഗിന്റെ സിബ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് മേടിച്ചില്ലെങ്കിൽ ആകെ പണിയാകും. ഇനിയും നമ്മൾ ട്രോളി ബാഗ് യൂസ് ചെയ്യുന്നതോറും അത് പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരെണ്ണം മേടിച്ചിട്ടുണ്ടാകുന്നത്. ഇതാകുമ്പോൾ നമുക്ക് ഡ്രസ്സ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഡ്രസ്സ് എല്ലാം കൂടെ ഇതിനകത്ത് ഇങ്ങനെ മടക്കി വെച്ചാൽ മതി. അന്നത്തെ ആ ഒരു വീഡിയോക്കകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് അസംബിൾ ചെയ്യേണ്ടത്. ഇതിനകത്തൊരു കമ്പിയാണ് വരുന്നത്. അതുകൊണ്ട് ഇത് നല്ല രീതിയിൽ തന്നെ അസംബിൾ ചെയ്ത് എടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് ഡ്രസ്സുകൾ മടക്കി വെക്കാം. എന്റെ കുറെ അധികം ഡ്രസ്സുകൾ ഇതിനകത്ത് കൊണ്ടു. കാരണം എനിക്ക് അങ്ങനത്തെ വലിയ കട്ടിയുള്ള ഡ്രസ്സുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിനകത്ത് സ്പേസ് ബാക്കിയായിരുന്നു കേട്ടോ. ഇതൊരു 41 അങ്ങാണ്ടായിരുന്നു ഇതിന്റെ സൈസ് എന്ന് എനിക്ക് തോന്നുന്നത്. 40 ഐ തിങ്ക് 40 or 41. എങ്ങനെ വന്നു കഴിഞ്ഞാലും നല്ല വർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾ മസ്റ്റ് ആയിട്ട് തന്നെ മേടിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാട്ടോ. സോറി കേട്ടോ. ഇപ്പൊ നിങ്ങൾ വീട്ടിലൊക്കെയാണ്, നിങ്ങൾക്ക് സാരി അങ്ങനത്തെ ബെഡ്ഷീറ്റ് കാര്യങ്ങൾ വെക്കാനാണെങ്കിൽ ഇത്രയും ലാർജ് സൈസ് മേടിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു മീഡിയം സൈസ് വാങ്ങിച്ചാൽ മതിയാവും കേട്ടോ. ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രൊഡക്റ്റ് നമുക്ക് ഓൾറെഡി അൺബോക്സ് ചെയ്തു. പക്ഷെ നമുക്ക് അസംബിൾ ചെയ്ത് നോക്കാം. ഞാൻ അസംബിൾ ചെയ്തിട്ടില്ല. ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. കാരണം ആ മീഷോയിൽ ആ കാണുന്ന ക്വാളിറ്റി ഉണ്ടോ നമുക്ക് ചെക്ക് ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. സോ ഇതിനകത്തൊരു 6 എണ്ണം വെക്കാൻ പറ്റും നമുക്ക്. ഷൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും സാൻഡൽസോ എന്തുവാണെങ്കിലും 6 എണ്ണമാണ് വെക്കാൻ പറ്റുക. എന്റെ അടുത്ത് മോഡൽ ഓർഗനൈസേഴ്സ് കുറെ ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിക്കുന്നുണ്ട് നമ്മള് ആഫ്റ്റർ മാരേജ് ആണെങ്കിലും ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. കാരണം കണ്ടോ, ക്വാളിറ്റി വൈസിൽ ഇത് അടിപൊളിയാണ്. പക്ഷെ ഇത് എങ്ങനെയാണ് അസംബിൾ ചെയ്യാന്നുള്ളതാണ് അടുത്ത കാര്യം. ഓക്കെ, ഞാൻ എന്തായാലും ഒന്ന് വേഗം അസംബിൾ ചെയ്തിട്ട് കാണിച്ചു തരാവേ. ഇതിന്റെ ഒരു പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കാം. നമുക്ക് അസംബിൾ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ആക്ച്വലി ഇത് ഓർഗനൈസ് ചെയ്ത് എടുക്കാൻ വേണ്ടി നല്ല പാടാട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്റെ ഒരു ആരോഗ്യത്തിന് പറ്റിയൊരു ഓർഗനൈസർ അല്ല ഇത്. ഇതിനകത്ത് ഇങ്ങനെ എന്റെ പൊന്നോ, ഇതിങ്ങനെ എനിക്ക് തോന്നുന്നത് നല്ല ടൈറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അത്രയും പ്രയാസം ഉള്ളത് കൊണ്ട്
നമ്മളിത് ഒരെണ്ണം ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, സോറി, ഒരെണ്ണം ഇതാ ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഷൂവോ കാര്യങ്ങളൊക്കെ ഓരോന്നേ നമുക്ക് വെക്കാൻ പറ്റത്തുള്ളൂ. ഇതിന്റെ 6 എണ്ണം ഇതേപോലെ തന്നെ നമുക്ക് അറേഞ്ച് ചെയ്തിട്ട് എടുക്കുകയാണ് വേണ്ടത്. എവിടെ ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആക്ച്വലി പറ്റിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെയാണോ എന്നൊരു കൺഫ്യൂഷൻ എനിക്കുണ്ട് കേട്ടോ. ഇങ്ങനെ തന്നെയാണ് ഇത്. അതായത് ഇതിനെ ഇങ്ങനത്തെ സിംഗിൾ ആയിട്ടും ഇങ്ങനത്തെ 2 എണ്ണമായിട്ടാണ് വരുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ കുറച്ചു നേരം ഒന്ന് ആലോചിച്ചപ്പോൾ ആണ് കിട്ടുന്നത്. പക്ഷെ ഇത് നന്നാക്കാൻ ഭയങ്കര മീൻസ് റെഡിയാക്കാൻ നല്ല പാടുണ്ട് കേട്ടോ. കാരണം നല്ല പ്രസ് ചെയ്താൽ മാത്രമാണ് ഇത് അതിന്റെ ഉള്ളിലോട്ട് പോകത്തുള്ളൂ. അപ്പൊ ഇത്രയും പ്രൊഡക്റ്റുകളാട്ടോ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മീഷോയിൽ നിന്ന്. ഇനി വരാനുള്ള പ്രൊഡക്റ്റുകളെല്ലാം ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. സോ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇതിൽ ഏത് പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്ക് യൂസ്ഫുൾ എങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. സോ മറ്റു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.